ക്രിസ്മസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എറണാകുളം സ്വദേശിനി ലീന ജോർജ്. വിറയ്ക്കുന്ന കൈകളോടെ വളരെ കഷ്ടപ്പെട്ട് തന്റെ ക്രാഫ്റ്റുകൾ പൂർത്തിയാക്കുന്ന ലീനാന്റിയെ കാണുമ്പോൾ വയസ്സാം കാലത്ത് എന്തിനാ ഈ പണിക്ക് നിൽക്കണേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ലീനാന്റിക്ക് പറയാനുള്ളത് തന്റെ അതിജീവനത്തിന്റെ കഥയാണ്. വാർദ്ധക്യകാലത്ത് തന്നെ തേടിയെത്തിയ പാർക്കിൻസൺസ് അടക്കമുള്ള രോഗങ്ങളെ പൊരുതി തോൽപ്പിച്ച കഥ. 7-8 വർഷം മുമ്പാണ് ഞാൻ ഈ ക്രാഫ്റ്റിങ്ങിലോട്ട് തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ കിട്ടുന്നത് ക്രിസ്മസിൻ്റെ ടൈമിലും ക്രിസ്മസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയാണ്. സോ ഞാൻ ക്രിസ്മസിൻ്റെ ടൈമിൽ കൂടുതൽ ക്രിസ്മസ് ഡെക്കറിനെ പറ്റി ഫോക്കസ് ചെയ്യും. കൂടുതലും എൻ്റെ ക്രാഫ്റ്റ് മുഴുവനും ക്രിസ്മസ് ആണെങ്കിലും ക്രിസ്മസ് അല്ലെങ്കിലും ഇറ്റ് ഈസ് പിൻട്രസ്റ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഐഡിയാസ് കിട്ടി അതിനകത്തുനിന്ന് പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ പാർക്കിൻസൺസ് കാരണമല്ല ഇതിലോട്ട് വന്നത്. എനിക്ക് ആദ്യം തുടങ്ങിയ ഫൈബ്രോമലജിയ എന്ന് പറഞ്ഞ അസുഖമാണ്. ഓൾമോസ്റ്റ് 6 മാസത്തേക്ക് ബെഡ് റിഡൻ ആയിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് പതിയെ എഴുന്നേറ്റ് ഇഷ്ടമുള്ള തിങ്സ് ദാറ്റ് യു എൻജോയ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. എനിക്ക് പണ്ട് തൊട്ട് ക്രാഫ്റ്റിംഗ് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ഞാൻ തുടക്കത്തിൽ ചെയ്യാൻ തുടങ്ങിയത് ബോട്ടിൽ ആർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പലതും വിച്ചവ് എൻ്റെ കൈക്കും ഒക്കെ എത്ര പറ്റും അത് വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് പാർക്കിൻസൺസ് തുടങ്ങിയത്. ഈ വേദന ഫൈബ്രോമലജിയുടെ വേദന ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു 25% എൻ്റെ ലൈഫ് ലോങ് കാണും, അത് മാറത്തില്ലെന്ന്. സോ എനിക്ക് എപ്പോഴും എൻ്റെ ദേഹത്തിനൊക്കെ വേദനയുണ്ട്. ഇറ്റ് ഈസ് ബെയറബിൾ പെയിൻ, അൺബെയറബിൾ അല്ല, ബെയറബിൾ പെയിൻ ഉണ്ട്. അത് വെച്ച് ഞാൻ ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാർക്കിൻസൺസ് വന്നു. പാർക്കിൻസൺസ് തുടങ്ങിയപ്പോഴാണെങ്കിലും എൻ്റെ കൈക്ക് വിറയിൽ വരും. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം കൈ ഇങ്ങനെ ഇരുന്നങ്ങ് വിറയ്ക്കും. അപ്പം എൻ്റെ കൈയൊക്കെ ഇടയ്ക്കൊക്കെ പൊള്ളാറുണ്ട്. ബട്ട് ദാറ്റ് ഇസ് ഓക്കെ. ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ മാനേജ് ചെയ്യുന്നു. ക്രിസ്മസ് ഡെക്കറേഷൻസ് വരുമ്പോൾ അതിനായിട്ടുള്ള സ്പെസിഫിക് ഫ്ലവേഴ്സും കളർ സ്കീമും ഒക്കെ ഉണ്ട്. അത് ഓരോ കൊല്ലവും അതിങ്ങനെ മാറി മാറി വരുവാണ്. അത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ഇൻ തിങ് എന്ന് നോക്കി ഇൻ കളേഴ്സും ട്രെൻഡും നോക്കിയാണ് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. അല്ലാതെ എനിക്ക് ഒരു ട്രെയിനിങ്ങോ ഞാൻ എങ്ങും പോയി പഠിച്ചിട്ടോ ഒന്നുമില്ല. ആദ്യമൊന്നും എനിക്ക് കിട്ടുന്ന ഇൻകം ഞാൻ തന്നെ വയ്ക്കുമായിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി 70 വയസ്സ് വരെ ഞാൻ ഉണ്ടാക്കി, അത് മതി എനിക്ക്. ഇനിയുള്ള എക്സ്ട്രാ ടൈം ദൈവം എനിക്ക് തന്നതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് എത്രയോ പേര് 72 വയസ്സിലും ഒക്കെ ഈ ലോകം വിട്ട് കടന്നു പോകുന്നുണ്ട്. എന്നാൽ എനിക്ക് ദൈവം ആ ഒരു എക്സ്ട്രാ ബോണസ് പീരീഡൂടെ തന്നു. അപ്പോൾ ആ ബോണസ് പീരീഡിൽ ഞാൻ ചെയ്യുന്നത് ഐ തോട്ട് ഐ ഷുഡ് ഗീവ് സംതിങ് ബാക്ക് ടു ദിസ് വേൾഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2 കൊല്ലമായിട്ട് എനിക്ക് കിട്ടുന്ന ഏത് ക്രാഫ്റ്റോ ഏത് ഇൻകം ഞാൻ ഉണ്ടാക്കിയാലും അത് ഐ ഗിവ് ഇറ്റ് ബാക്ക് to some kind of good purpose. ഫാമിലി വളരെ സപ്പോർട്ടീവായിരുന്നു. എസ്പെഷ്യലി മൈ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. ഒക്ടോബർ മാസം ആയപ്പോൾ ഞാൻ ഈ കൊല്ലം ക്രാഫ്റ്റിംഗ് തുടങ്ങി, ക്രിസ്മസ് ക്രാഫ്റ്റ്. അപ്പോൾ ഒരു ഒക്ടോബർ മാസം തൊട്ട് നവംബർ ആയപ്പോഴത്തേക്ക് ഒരു 150-200 പീസോളം ഉണ്ട് എനിക്ക്. അതിപ്പോൾ 5-10 പീസേ ഉള്ളൂ, ബാക്കിയെല്ലാം വിറ്റുപോയി. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് എനിക്കിഷ്ടവുമാണ്, അത് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷേങ്കിൽ ഞാൻ അതിൽ ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇൻറ്റീരിയേഴ്സിലും ഒന്നും അങ്ങനെ വലുതായിട്ട് എനിക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല.